തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞതായിരിക്കും. ഞാൻ പ്രസംഗിച്ചത് അങ്ങനെയല്ല. പ്രസംഗിച്ചതും ഞാനെടുക്കുന്ന വളരെ കൃത്യമായ നിലപാട് പ്രിയദർശിനി ബസ്സിൻ്റെ വിജയം അല്ലെങ്കിൽ ആ സ്കീമിൻ്റെ വിജയം നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ പ്രതിഫലനമാണ്. ദാരിദ്ര്യത്തിൻ്റെ പ്രതിഫലനമാണ്, ഞങ്ങളുടെ വിജയമല്ല. ഇവിടെ ഇത്രയും കട്ട പിടിച്ച ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ദാരിദ്ര്യമേ എടുത്തു കളഞ്ഞു എന്നാണല്ലോ കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞത്. ദാരിദ്ര്യം ഇല്ലല്ലോ, പക്ഷേ ഈ ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു റിഫ്ലക്ഷൻ ഉണ്ടായത്, അല്ലേ? അതുകൊണ്ട് അതിലേക്ക് ജനങ്ങൾ കണ്ണു തുറക്കണം, ഗവൺമെൻറ് കണ്ണു തുറക്കണം. ഇത്രയും അധികം ആളുകൾ ഒരു ചെറിയ എന്താ പറയുക ബസ് കാശ് പോലും ഇല്ലാതെ വിഷമിക്കുന്നു. ആ വിഷമിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെല്ലാവരും കണ്ണു തുറക്കണം. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്ന്, ഞാൻ പറയാം. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഒരു രക്ഷയില്ല ആളുകൾക്ക്, അല്ലേ? അവിടെ ഒരു വരാന്തയിൽ പോലും കിടക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അപ്പോൾ പൊതുജന ആരോഗ്യം, പൊതുഗതാഗതം, ഈ രണ്ട് സ്ഥലത്തും പോകാൻ ആളുകൾക്ക് നിർബന്ധിതരാകുന്ന, അല്ലെങ്കിൽ അവർക്ക് വേറൊരു മാർഗ്ഗമില്ല പോകാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കൃത്യമായ സ്പിരിറ്റ്. എന്നാൽ അവർക്ക് ഗവൺമെൻറ് സ്കൂൾ ഫ്രീ ആണെങ്കിലും അവിടെ എല്ലാവരും കുട്ടികളെ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു, ഒരു ചെറിയ വിഭാഗമെങ്കിലും, അല്ലേ? എന്തുകൊണ്ട്? അത് ഇതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ്. എങ്ങനെയെങ്കിലും അവർക്കുണ്ടായ ദാരിദ്ര്യത്തിൽ നിന്ന് അവരുടെ മക്കളെ എങ്ങനെയും രക്ഷിക്കണം. അതുകൊണ്ട് സ്കൂളിൽ ഫ്രീ ആണെങ്കിലും ആ സ്കൂളിലേക്ക് പോവാതെ തന്നെ വേറെ ട്യൂഷൻ കൊടുത്തും മറ്റുള്ള ഫീസ് കൊടുത്തുള്ള സ്കൂളിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. അതിനും എല്ലാവർക്കും പറ്റുന്നൊന്നുമില്ല, മനസ്സിലായോ? അപ്പോൾ പൊതുജന ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം, ഈ മൂന്നിലുമാണ് ഊന്നേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ വ്യാഖ്യാനിച്ച് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്ന പദ്ധതിയുടെ വിജയം എന്തുകൊണ്ടാണ്? ഒരു ബസ് കാശ് കൊടുക്കാൻ പറ്റാത്ത ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അതില്ല എന്നാണ് കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞത്, അല്ലേ? ദുഃഖം അനുഭവിക്കുന്ന ആളുകളാണ് പ്രിയദർശിനിയിൽ കയറിയത്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അവരെ സഹായിച്ചതിൽ. അതുകൊണ്ട് അവരെ ഇനി കൂടുതൽ സഹായിക്കണം. അവരുടെ സ്കൂളുകൾ മെച്ചപ്പെടുത്തണം, അവരുടെ ആശുപത്രികൾ മെച്ചപ്പെടുത്തണം. ഞാൻ കൃത്യമായിട്ട് അതിൽ ആ പ്രസംഗം മുഴുവൻ കേട്ടാൽ അറിയാം. പൊതുജന ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം.